ഗാനമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ബലരാമനായിട്ടായിരുന്നു കേട്ടോ വേഷം കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുണ്ണി കൃഷ്ണൻ ഇടയ്ക്ക് ഏട്ടൻ്റെ പോലെയും വരണ്ടേ എന്ന് കരുതിയിട്ടായിരിക്കും കുഞ്ഞു കലപ്പയൊക്കെ കൊണ്ട് കയ്യിൽ നിറയെ പൂക്കളൊക്കെ പിടിച്ചുകൊണ്ട് സുന്ദരനായിട്ടുള്ള കുഞ്ഞുണ്ണി കൃഷ്ണന്റെ രാമകൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി, ഹരേ കൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി. ഇന്നലത്തെ വീഡിയോ എല്ലാവരും നന്നായിട്ട് കണ്ടിട്ടുണ്ട് തോന്നുന്നു. 2-3 ദിവസമായിട്ട് തീരെ ആൾക്കാർ കാണില്ല. എന്നെ മറന്നുപോയോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പൊ ഇന്നലെ മറന്നിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. കൃഷ്ണനാട്ടങ്ങളി ഇല്ലാത്ത മാസങ്ങളിൽ കൃഷ്ണവേഷം കെട്ടാൻ പറ്റുമോ എന്നാണ് സന്ധ്യാ ശരത് എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ഇല്ല കേട്ടോ, അങ്ങനെ പറ്റില്ല. അവർക്ക് നോക്ക്, ഒരു മാസം മാത്രമാണ് അവർക്ക് ലീവുള്ള സമയം. അതായത് ഒന്നിച്ച് ലീവ് കൊടുക്കുന്നത് ഒറ്റ മാസം മാത്രമാണ്. നമ്മളെ ഈ സമ്മർ വെക്കേഷൻ പോലെ ഒക്കെ കുഞ്ഞു കുട്ടികൾ അടക്കമുണ്ട് കേട്ടോ അതില്. അപ്പൊ അവർക്കൊരു ഒഴിവു സമയം വേണ്ടേ. അതുകൊണ്ടാണ് ഈ ഒരു മാസക്കാലത്തേക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിവുണ്ടായാൽ മതി. പക്ഷെ ചെറിയ കുട്ടികൾക്ക് ഞാൻ ജോലി ചെയ്യാണ് എന്നുള്ള ഒരു ബോധമൊന്നും വരില്ലല്ലോ. 10 വയസ്സിലും താഴെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ഒരു മാസം അവധി കൊടുക്കാറുണ്ട്. അതാണ് ജൂൺ മാസത്തില്. ജൂലൈ ഓഗസ്റ്റ് മാസത്തില് അവരുടെ ട്രെയിനിങ് പീരീഡ് ആണ്. കച്ചകെട്ട് കാലം എന്നാണ് പറയുക. ആ ഒരു ട്രെയിനിങ് പീരീഡിൽ അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് കൊണ്ടാണ് അവരെ ആ ഒരു വർഷം മുഴുവനും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കേട്ടോ. കഥാപാത്രങ്ങളെ മാത്രമല്ല, പാട്ട് പാടുന്നവരുടെ പദം പ്രാക്ടീസ് ചെയ്യുന്ന സമയവും അതുതന്നെയാണ്. മദ്ദളം അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ കലാകാരന്മാരുടെയും കച്ചകെട്ട് കാലമാണത്. കച്ചകെട്ട് കാലം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു അഭ്യാസം വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ് കച്ചകെട്ട് കാലം. അവർക്ക് വളരെ നേരത്തെ എഴുന്നേൽക്കണം, ആ പാഠങ്ങളെല്ലാം പഠിക്കണം, എന്തൊക്കെയാണോ ചുവടുകൾ വെക്കേണ്ടത് അതൊക്കെ പഠിക്കണം. അതിനുള്ള കാലമാണ്. അപ്പം ആകെ ഒരു മാസം മാത്രമേ അവർക്ക് ഒഴിവുള്ളൂ. പിന്നെയുള്ള 2 മാസക്കാലം അവരുടെ കച്ചകെട്ട് കാലം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ വിശ്വരൂപം കെട്ടിക്കുക എന്നുള്ള വഴിപാട് ഉണ്ടാവില്ല. പിന്നെ ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ബീന രാജീവൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം ഉണ്ടാകാൻ, മോളുടെ വിവാഹം സെപ്റ്റംബർ 13 നല്ല രീതിയിൽ നടത്താൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഉയർച്ചയില്ല, കടങ്ങൾ മാത്രമാണ്. എന്നും രാവിലെയും വൈകുന്നേരവും വിളക്ക് വെച്ച് നാമം ചൊല്ലാറുണ്ട്. എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? ബുക്കിൽ നാമം എഴുതുന്നുണ്ട്. നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കത്തിയെടുത്ത് കൈകാര്യം ചെയ്യാനുള്ള പ്രായമായാൽ മാത്രമേ അച്ഛനമ്മമാര് കുട്ടികളുടെ കയ്യിൽ കത്തി കൊടുക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഏത് പ്രായത്തിലെത്തിയാലാണോ നമുക്ക് പണം വന്നാൽ അത് അഹങ്കാരമില്ലാതെയും ദുർവ്യയം ചെയ്യാതെയും കൊണ്ട് നടത്താനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവുക. ആ പ്രാപ്തിയുള്ള സമയത്ത് മാത്രമേ നമുക്കത് ലഭ്യമാവുള്ളൂ. അപ്പൊ നമുക്കിപ്പോൾ തോന്നും നമ്മളങ്ങനെ ദുർവ്യയം ചെയ്യുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലേന്ന്. ഭഗവാനല്ലേ അറിയാം നമുക്ക് എപ്പോഴാണ് അങ്ങനെയുള്ള പ്രാപ്തി ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ അതിന് പ്രാപ്തരാക്കുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പ ഐശ്വര്യം ഉണ്ടാവണം, ഐശ്വര്യം ഉണ്ടാവാൻ മാത്രമുള്ള ഗുണം എന്നിലുണ്ടാവണം എന്ന് ആദ്യം പ്രാർത്ഥിക്കുക. എന്നിട്ട് ഐശ്വര്യം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുക. ഒപ്പം ഗുരുവായൂർ അമ്പലത്തിലെ എന്ത് വഴിപാടാണ് ദാരിദ്ര്യ ദുഃഖ ശമനത്തിന് വേണ്ടതെന്ന് ചോദിച്ചാൽ ഈ അവില് നിവേദ്യം ഷീട്ടാക്കുക എന്നുള്ളതാട്ടോ വേണ്ടേ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കിഴിയിൽ വാങ്ങാൻ കിട്ടുന്ന അവില് നിങ്ങൾ വാങ്ങി കൊടുത്തിട്ട് കാര്യമില്ല. അതിലും നല്ലത് പാക്കറ്റ് അവില് വാങ്ങി കൊടുക്കുന്നതാണ്. കിഴിയിൽ കെട്ടിക്കൊടുത്താൽ എന്താ വെച്ചാൽ അത് ഉപയോഗശൂന്യമായി പോവും. ഏറ്റവും ഉത്തമം എന്താ വെച്ചാൽ അവല് ഷീട്ടാക്കുക എന്നുള്ളതാണ്. ഷീട്ടാക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ വകയും കൂടിയാണ് ഭഗവാൻ അന്നത്തെ അവല് നിവേദ്യം. അകത്തേക്ക് നിവേദിക്കാൻ എടുക്കുന്ന അവല് അത് അന്നത്തെ ദിവസത്തെ നമ്മുടെ വകയും കൂടിയായിട്ട് അവിടെ നേദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അവല് നിവേദ്യത്തിന് 25 രൂപയുള്ളൂ. അത് ഷീട്ടാക്കിക്കോളൂ വരുമ്പോ കേട്ടോ. അടുത്തതായിട്ട് ഗെയിമിംഗ് വിത്ത് എംപയർ എന്നാണ് കാണുന്നത്. ബീന ചേച്ചിയാണോ അതോ ചേച്ചിയുടെ പേര് ഞാൻ മറന്നു. എന്നോട് പിണക്കമുണ്ടോ സവിതക്കുട്ടിക്ക്? എന്തിനാ പിണക്കം? അങ്ങനെ ഒരു പിണക്കവും ഇല്ല കേട്ടോ. എന്താണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് എനിക്കറിയില്ല. മേ ബി ഞാൻ ലൈവിൽ കാണാത്തത് കൊണ്ടായിരിക്കാം.
പക്ഷെ ലൈവിൽ ഞാൻ കാണാത്തതുകൊണ്ട് തന്നെ കേട്ടോ കുറേ നേരം സംസാരിക്കുമ്പോൾ നമ്മൾ കുറേ പേരുടെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ കുറേ പേരുടെ മെസ്സേജസോ കാണാതെ പോവാറുണ്ട്. അതുകൊണ്ടാണോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എനിക്കൊരു പിണക്കുമില്ല കേട്ടോ. അടുത്തതായിട്ട് അതുൽ പി നാഥ് എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്, ഹരേ കൃഷ്ണ സവിത ചേച്ചി, ഈ ചോദ്യത്തിന്റെ ഉത്തരം മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. നോൺ വെജ് കഴിച്ച ഒരാൾ തല കുളിച്ചിട്ട് വൈകിട്ട് ക്ഷേത്രത്തിൽ പോയാൽ അത് തെറ്റല്ലേ? അങ്ങനെ ചെയ്താൽ അത് കുടുംബത്തിലുള്ളവർക്ക് ദോഷമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല പറയാൻ. നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് അനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫുഡിന്റെ എഫക്റ്റ് എത്ര മണിക്കൂർ നേരം നിൽക്കുമോ അത്രയും നേരം നമ്മൾ ശുദ്ധമല്ലാതിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ശുദ്ധക്കേടോടുകൂടി നമ്മൾ അമ്പലത്തിൽ പോകാണ്ടിരിക്കുന്നത് തന്നെയാണ് ഉത്തമം കേട്ടോ. ഇനി നിങ്ങളുടെ വേറൊരു സംശയം എന്താ വെച്ചാൽ അങ്ങനെ അങ്ങനെ ചെയ്തു പോയി അറിയാതെ, അപ്പോൾ ഇനി അങ്ങനെ വല്ല ദോഷവും വരും? ഒരു ദോഷവും വരില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ബിംബശുദ്ധി ചടങ്ങുകൾ നടക്കാറുണ്ട്. ഈ ശുദ്ധി ചടങ്ങുകൾ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതേപോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന അനേകം തെറ്റുകൊണ്ട് ദൈവചൈതന്യം, നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യം കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവിടെ നടക്കുന്നത് കേട്ടോ. ഈ എല്ലാ കാര്യങ്ങളും അവിടെ നടത്തപ്പെടുന്നത് ശുദ്ധി നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ദൈവചൈതന്യം കുറഞ്ഞു പോവാതിരിക്കാനാണ്. ഞാനടക്കമുള്ള നമ്മൾ ഭക്തജനങ്ങൾക്ക് അനേകം തെറ്റുകൾ പറ്റാറുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റ് മുടി അഴിച്ചിട്ടിട്ടാ പോവുക. മുടിയൊന്നും നിലത്ത് തൊടാൻ പാടില്ല എന്ന് പറയും. അതേപോലെ വേർപ്പ് തുള്ളികൾ ആയാൽ അത് അശുദ്ധിയാണ്, കണ്ണുനീരായാൽ അശുദ്ധിയാണ്. ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലേ? ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണോ? അനേകം മണിക്കൂറുകളോളം വരിയിൽ നിന്ന് വരുന്ന ഒരു ഭക്തൻ വേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്? ഒരിക്കലും പറ്റില്ല അല്ലേ? അതേപോലെ തന്നെ കണ്ണനെ കാണുമ്പോൾ കരയാതിരിക്കാൻ എത്ര പേർക്ക് സാധിക്കുക? ആർക്കും സാധിക്കില്ല. ഭഗവാനോട് ഇഷ്ടമുള്ള ഒരാൾക്കും സാധിക്കില്ല. അപ്പോൾ കണ്ണുനീര് അശുദ്ധിയാണെന്ന് പറയുന്നതിൽ എന്താ അടിസ്ഥാനം? ഇങ്ങനെ നമ്മളാൽ നിയന്ത്രിതമല്ലാത്ത അനേകം തരത്തിലുള്ള അശുദ്ധികൾ സംഭവിക്കാം ക്ഷേത്രത്തിലോ പരിസരത്തോ. ഇത് ദൈവചൈതന്യത്തിന് കോട്ടം വരുത്തിയേക്കാം. അങ്ങനെ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസത്തിൽ ബിംബശുദ്ധി നടക്കാറുള്ളത്. എല്ലാ ഉപദേവതയ്ക്കും നടക്കാറുണ്ട്, ഭഗവാനും നടക്കാറുണ്ട്. ശ്രീ ഗുരുവായൂരപ്പന് മാത്രമല്ല മഹാഗണപതിക്ക് ശുദ്ധി ഉണ്ടാവാറുണ്ട്, ഭഗവതി അമ്മയ്ക്ക് എടത്തരികത്ത് കാവിലമ്മയ്ക്ക് ശുദ്ധി ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ അയ്യപ്പസ്വാമിക്കും ശുദ്ധി നടക്കാറുണ്ട്. ഈ ശുദ്ധി കലശ ചടങ്ങുകൾ എല്ലാ മാസവും നടത്തുന്നതിലൂടെ ഇത്തരം അശുദ്ധികളെല്ലാം ഇല്ലാതാവും. അപ്പം അറിയാതെ നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് ദോഷം വരുമോ കുടുംബക്കാർക്കെന്ന് ചോദിച്ചാൽ അങ്ങനെ കോപിക്കാനിരിക്കുന്ന ആളൊന്നും അല്ല നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് ശ്രീജ കെ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, ഹായ് ചേച്ചി, ഉത്തരം തരണേ പ്ലീസ്. ചേച്ചി പറഞ്ഞ പോലെ ഞാൻ എല്ലാം ഗുരുവായൂരപ്പനോട് തുറന്നു പറയാറുണ്ട്. ഞാൻ എന്ത് തോന്നിയാലും പറയാറുണ്ട്. ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടും, ഞാനിനി പ്രാർത്ഥിക്കില്ല, അങ്ങനെയൊക്കെ ഞാൻ പറയും. ഒന്നും നടക്കാതാകുമ്പോൾ പറയുന്നതാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ ദേഷ്യമൊന്നും തോന്നില്ലല്ലോ അല്ലേ? പിന്നീട് ഞാൻ അത് ആലോചിച്ച് പേടിയാവും. ഞാൻ പറഞ്ഞതിനെ വല്ലതും എതിരായിട്ട് വരുമോ എന്നൊക്കെ. ഒരിക്കലും ഇല്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് നമ്മളെ എല്ലാ ഫീലിങ്സും പറയും, ദേഷ്യവും ഒക്കെ. അപ്പോൾ ചില ആളുകൾ അത് ഇത്തിരി അധികമായിട്ടും പറയും കേട്ടോ. ഞാനും ഭഗവാനോട് ഇടയ്ക്കൊക്കെ നല്ലോണം സങ്കടവും പരിഭവവും പറയാറുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ചീത്ത പറയാനോ ദേഷ്യപ്പെടാനോ തോന്നാറില്ല. കാരണം എൻ്റെ ഉള്ളിൽ മഹാപ്രഭുവാണ്. മഹാപ്രഭുവിനോട് നമ്മൾ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ഞാനിങ്ങനെ പറയും, ഓടക്കൊല്ലം പിടിച്ച് വെറുതെ ഇരിക്കുകയാണ്, എൻ്റെ കാര്യങ്ങളൊന്നും നോക്കണില്ല, എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, എന്നെ വേണ്ടാണ്ടായോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടെന്നല്ലാതെ ദേഷ്യപ്പെടാൻ സാധിക്കാറില്ല. പക്ഷെ അങ്ങനെ ദേഷ്യപ്പെടുന്നവരോട് ഭഗവാൻ ഒരു ഇത്തിരി അധികം ഇഷ്ടമുണ്ടെന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. ഗുരുവായൂരപ്പന് അതൊക്കെ നല്ല ഇഷ്ടമാണ്. ഭഗവാനെ എങ്ങനെയൊക്കെയാണോ നമ്മൾ എന്താ പറയുക ഭക്തിപൂർവം പ്രാർത്ഥിക്കുക, ഇതൊക്കെ അതിൽ പെടുന്നതാണ് ഭഗവാൻ വിചാരിക്കാറുള്ളത്. ഒരാൾ വന്നിട്ട് ആ ഗുരുവായൂരപ്പനെ നല്ലോണം പുകഴ്ത്തുകയാണ്, സഹസ്രനാമങ്ങൾ കൊണ്ട് ചൊല്ലി അർച്ചന ചെയ്യണം. മറ്റാളെ എന്ത് ഭഗവാൻ, ഏത് ഭഗവാൻ, നിങ്ങൾ കാരുണ്യവാനാണെന്നാണോ വെപ്പ്, ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഭഗവാൻ ഇത് രണ്ടും ഒരുപോലെ സ്വീകരിക്കും. അതിന് അനേകം ഉദാഹരണങ്ങളുണ്ട്. സന്താനഗോപാലം കഥയിലെ ബ്രാഹ്മണൻ വന്നിട്ട് ഭഗവാനെ കണ്ണുപൊട്ടുന്ന ചീത്തയാണ് പറയാറ്. ഭഗവാൻ എന്താ ചെയ്യാറ്? എനിക്കറിയില്ല എന്നുള്ള ഭാഗത്തിൽ നിൽക്കും. എന്നിട്ട് അവസാനം എന്താണ്ടായേ? 10 ഉണ്ണികളെയും കൊണ്ടുപോയി കൊടുത്തു ഗുരുവായൂരപ്പൻ അല്ലേ? അപ്പോൾ നമ്മളുടെ ഫീലിങ്സ്
എത്രത്തോളം ഡീപ്പാണെന്നും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ വികാര വിചാരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നും ഗുരുവായൂരപ്പനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ അതിനെയൊക്കെ ആ രീതിയിൽ മാത്രമേ എടുക്കുള്ളൂ. ചില അമ്മമാരെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഉണ്ണികൃഷ്ണൻ കൂടെ ഇരുന്ന് കരയുണ്ടാവും. അവരുടെ സങ്കടം കേട്ടിട്ട് സാരമില്ല പോട്ടെ എന്ന് പറയുണ്ടാവും. അവരുടെ വിഷമം കണ്ടിട്ട് ചില മക്കളെയൊക്കെ നഷ്ടപ്പെട്ട് വരുന്ന അമ്മമാരുണ്ടല്ലോ, അവരൊക്കെ കരയുന്നത് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, അർജുനെ അറിയാലോ അല്ലേ. അപ്പോൾ ആ ലോറി അപകടത്തിൽ മരിച്ചുപോയ അർജുനന്റെ അമ്മേനെ ഞാൻ അർജുൻ പോയതിന് ശേഷവും ഇവിടെ കണ്ടിട്ടുണ്ട്, ഗുരുവായൂരമ്പലത്തിൽ വന്ന് കണ്ടിട്ടുണ്ട്. ആ അമ്മയൊക്കെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഭഗവാൻ പറയുണ്ടാവും സാരമില്ല പോട്ടെ, ഞാനില്ലേ കൂടെ എന്ന് പറയുണ്ടാവും. അപ്പൊ ഭഗവാന്റെ കണ്ണിലും കണ്ണുനീര് വരുന്നുണ്ടാവും. ചില അമ്മമാരോട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. ചില ആൾക്കാരോട് നമ്മുടെ സത്യഭാമോട് തോന്നിയ പോലെ ദേഷ്യം വരുമ്പോണ്ടല്ലോ, സഖേ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് പറയുണ്ടാവും ഭഗവാൻ അല്ലേ. നീ ഒന്നും കൂടി ഒന്ന് ദേഷ്യം വരുമ്പോ ആ മൂക്കിന്റെ തുമ്പത്തൊക്കെ ഒന്നുകൂടി ചുവന്ന നിറമൊക്കെ വരുമ്പോ എന്തൊരു ഭംഗിയാ നിന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുണ്ടാവും എന്ന് തോന്നാറുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും അറിയണമെങ്കിൽ ഉണ്ടല്ലോ, ക്ഷേത്രത്തില് വരിയിൽ നിന്ന് ജനറൽ ക്യൂവില് നിന്ന് തൊഴണം. ഈ ജനറൽ ക്യൂവിൽ നിന്ന് തൊഴുതിട്ടുണ്ടോ സവിത ചോദിച്ചാൽ അനേകം പ്രാവശ്യം തൊഴുതിട്ടുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ വെറുതെ പറയണ ഒരു കാര്യമില്ല ഇതില്. അപ്പൊ ഈ ജനറൽ ക്യൂവിൽ നിൽക്കുമ്പോ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ കുറെ ആൾക്കാർ പറയാറുണ്ട് എത്രയോ മണിക്കൂറുകളോളം നിന്നു, 7 മണിക്കൂർ നിന്നു, 8 മണിക്കൂർ നിന്നു, കാണാൻ സമ്മതിച്ചില്ല. നമ്മൾ അവിടെ നിൽക്കുക എന്ന് വിചാരിക്കരുത്. നമ്മൾ ഓരോന്നും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ആ ജനറൽ ക്യൂവിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടികൾ കാണാം. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിരുത്തി നോക്കിക്കോളൂ, അവിടെ ഒരു കൃഷ്ണ സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ നമ്മൾ ഫ്ലൈ ഓവറൊക്കെ കയറിയിട്ട് നന്നായിട്ട് ഇറങ്ങി ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് നമ്മൾ കൊടിമരത്തിന്റെ ചോടേക്ക് നോക്കണം. അവിടെ നിൽക്കുന്ന ഭക്തരുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കണം. അവരെ ഓരോരുത്തരും കടന്നു പോകുന്ന മാനസികാവസ്ഥ നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇവരെയോടൊക്കെ ഗുരുവായൂരപ്പൻ എന്ത് മറുപടിയാവും പറയുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് നോക്കി നോക്കൂ. നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ മറുപടി കിട്ടും. ഭഗവാൻ ഇന്ന ആളോട് ഇന്ന രീതിയിലായിരിക്കും പറയുണ്ടാവുക, ഇന്ന ആളെ ഇങ്ങനെയായിരിക്കും ആശ്വസിപ്പിക്കുന്നുണ്ടാവുക എന്നൊക്കെ നമുക്ക് തോന്നുന്നേ. ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അങ്ങനെ നമ്മൾ ഇത്രയും നേരം വരിയിൽ നിൽക്കുമായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകും. സത്യമാണ് കേട്ടോ. അപ്പോൾ ഭഗവാൻ അങ്ങനെ ചീത്ത പറയുന്നവരോട് ദേഷ്യമോ അല്ലെങ്കിൽ ചീത്ത പറയുന്ന ആ വാക്കുകളെല്ലാം മനസ്സിലെടുത്ത് വയ്ക്കുക ഒന്നും ചെയ്യില്ല. ഭഗവാൻ അപ്പം ഇങ്ങനെ കൂടുതൽ ചേർന്നിരിക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ, വിഷമിക്കണ്ട. അടുത്തതായിട്ട് സിന്ധു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത ഉദയാസ്തമന പൂജ ഏതെല്ലാം ദിവസങ്ങളിലാണ് ഉള്ളത് എന്ന്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ ഉള്ളത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ, കാരണം മാർച്ച് 31 ശേഷം പിന്നെ ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ. കാരണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വൈശാഖ മാസം തുടങ്ങും. മാത്രമല്ല നമ്മൾ വെക്കേഷൻ്റെ സമയമാണ്, കൂടുതൽ തിരക്കുള്ള സമയമാണ്. നമ്മൾ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സമയത്തെ ഉദയാസ്തമന പൂജ മാറ്റുന്നത്. ഉദയാസ്തമന പൂജ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ച് അനേകം പേര് ഒരുപാട് കംപ്ലൈന്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. 7-8 മണിക്കൂർ നിന്നു അല്ലെങ്കിൽ 10 മണിക്കൂർ നിന്നു എന്നിട്ടൊന്നും നടന്നില്ല, തൊഴാൻ പറ്റിയില്ല, അവിടെ എത്തുന്ന സമയത്താണെങ്കിൽ പിടിച്ചു മാറ്റി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ 10,000-കണക്കിന് ഭക്തജനങ്ങൾ ഒരു ദിവസം തൊഴാനായിട്ട് ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. 10,000-ങ്ങൾ എത്തുന്നുണ്ട് കേട്ടോ. ഈ 10,000-കൾക്കും കൂടി വേണ്ടിയിട്ട് ഭഗവാനോ 3 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട് രാവിലെ നേരത്തെ. 3 മണിക്ക് എഴുന്നേറ്റിട്ടോ 2 മണിക്കാവും ഭഗവാൻ കിടന്നുണ്ടാവുക, 3 മണിക്ക് ഭഗവാൻ എണീക്കുന്നുണ്ട്. ഇത്ര നേരത്തെ ഭഗവാൻ എഴുന്നേറ്റാലും ഭഗവാന് ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നട അടയ്ക്കുക എന്ന ഒരു സമ്പ്രദായം ഇല്ലേ. ഈ നട അടയ്ക്കുന്ന സമയം എടുത്തു നോക്കിയാൽ തന്നെ അത് മണിക്കൂറുകളോളം വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വരിയിൽ നിന്ന് പെട്ടുപോവുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇതൊന്നും നമുക്ക് വരിയിൽ നിൽക്കുന്ന സമയത്ത് സവിതയ്ക്ക് വരിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ സമാധാനമായിട്ട് നിൽക്കാൻ പറ്റാറുണ്ടോ? ഇല്ല. ഞാനും വിചാരിക്കാറുണ്ട് എത്ര നേരമായി ഭഗവാനെ നിൽക്കണു, എനിക്ക് കൈ വേദനിക്കണു, കാല് വേദനിക്കണു എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇതെല്ലാം ഒറ്റ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഏതാ ആ ഒരു നിമിഷം ഭഗവാനെ ഇങ്ങനെ ഒന്ന് കാണുന്ന ആ ഒറ്റ നിമിഷം, ഒരു എന്താ പറയാ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് ഒക്കെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ.
പക്ഷെ അതും മതി നമ്മൾ ഇത്രയും മണിക്കൂറുകളോളം നിന്ന ആ ഒരു സങ്കടം മാറാൻ. ഇതെങ്ങനെയാണെന്നറിയോ? ഇത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരമ്മ പ്രസവ വേദന സഹിക്കണ സമയത്ത് ആ അമ്മയ്ക്ക് എന്താ പറയുക, ജന്മാന്തരങ്ങളൊക്കെ ഓർമ്മ വരും. അത്രയും സങ്കടം വരും. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഭൂമിയിൽ വന്ന് ജനിച്ചതെന്ന് തോന്നും. എന്തിനാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് തോന്നും. എന്തിനാണ് ഞാനൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചതെന്നൊക്കെ തോന്നും. അത്രയ്ക്കും സങ്കടം വരും. അത്രയ്ക്കും വേദന സഹിക്കാണ്. വേദന സഹിച്ച് 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 അവസാനം ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴല്ലോ ഇതെല്ലാം നമ്മൾ മറന്നു പോകും. നമ്മൾ ആ കുഞ്ഞിനെ ചേർത്തിങ്ങടെ എടുക്കുന്ന നിമിഷം ഉണ്ടല്ലോ, നമുക്ക് സ്വർഗം കിട്ടിയ അത്രയും സന്തോഷം തോന്നും ഇല്ലേ? എല്ലാവർക്കും അനുഭവം ഉണ്ടാവില്ലേ അങ്ങനെ? അപ്പൊ ഇത്ര നേരം നമ്മൾ സഹിച്ച വേദനയോ, ആ സഹിച്ച വേദനയൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു കുട്ടി ഉണ്ടാവുള്ളൂ. രണ്ടാമതൊരു കുട്ടി ഉണ്ടാവില്ല, കാരണം അത് ഓർമ്മ ഉണ്ടാവും. അത് പിന്നീട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഇനിയും പ്രസവിക്കും, പിന്നെയും നമ്മൾ പ്രസവിക്കും. 2ഉം 3ഉം കുട്ടികളുള്ള അമ്മമാരെ അറിയില്ലേ? എന്നെ അറിയില്ലേ? അപ്പൊ ഇത് ഒരു തവണ പ്രസവിച്ച അമ്മമാര് രണ്ടാമത് ലേബർ റൂമിൽ പൂലിയ പറയണ പോലെയുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഗുരുവായൂരപ്പനെ കാണുമ്പോഴും നമ്മൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കുമ്പോൾ നമുക്ക് കൈ ഇഴയ്ക്കും, കാല് ഇഴയ്ക്കും, വെയ്യാതാവും, വെള്ളം കുടിക്കാൻ ദാഹിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടായാലും ഒരു ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് നമ്മൾ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ എത്തിയാണ്ടല്ലോ ഇതെല്ലാം നമ്മൾ മറന്നുപോകും. നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണാൻ, കണ്ണു നിറയെ കാണാൻ സാധിച്ചുല്ലോ എന്ന് മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അതെ, ഞാനിപ്പോൾ ഉദയാസ്തമന പൂജയിലാണ് ഇത് മുഴുവൻ പറഞ്ഞല്ലേ. അപ്പോൾ ഇനി എന്തായാലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കില്ല കേട്ടോ. ജൂൺ മാസത്തിൽ വീണ്ടും തുടങ്ങും ഇതുപോലെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ. അടുത്തതായിട്ട് 12 നമസ്കാരത്തെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ച് പറയാമോ സവിത? നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ശാരദാദേവി എന്ന ഭക്തയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, ഒരു ദിവസം നമ്മുടെ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ 12 നമസ്കാരം ചെയ്തോളൂ, അത് ഉത്തമമാണ് എന്ന് ഞാൻ പറഞ്ഞു. നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സ്ത്രീകളാണെങ്കിൽ മുട്ടുകുത്തി നെറ്റി മുട്ടിച്ച് നമസ്കരിക്കുക. നമ്മൾ ഒരാൾക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിക്കണ പോലെ തന്നെയുള്ളൂ കേട്ടോ. അടുത്ത പുരുഷന്മാരാണെങ്കിൽ ദീർഘദണ്ഡം നമസ്കരിക്കുക. ഇത് എന്തിനു വേണ്ടിയാ ചെയ്യണമെന്ന് വെച്ചാൽ, നമസ്കാരപ്രിയനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ബാക്കി എന്ത് വഴിപാട് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഭഗവാൻ ആ അനുഗ്രഹം തരും. അപ്പൊ നമ്മൾ പോയിട്ട് പറയാണ്, എൻ്റെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി പാസ്സാവണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരി, അത് ഭഗവാൻ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയ വീട് വെക്കാൻ കുറെ കാലമായി ഭഗവാനെ ആഗ്രഹിക്കുന്നു, ശരി, ഭഗവാൻ അത് അനുഗ്രഹിക്കും. ഇതല്ലാതെ നമസ്കരിക്കുന്ന ഒരു ഭക്തന്റെ മുമ്പിൽ അങ്ങനെയൊന്നും അല്ല ഭഗവാൻ ഉണ്ടാവുക. നിനക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ തരാൻ ഞാൻ നിന്റെ കൂടെ വരാം എന്ന് പറയും ഭഗവാൻ. ഭഗവാനെ തന്നെ നമുക്ക് നൽകുന്നതാണ് അത്ര ഈ നമസ്കാരത്തിന്റെ അനുഗ്രഹദായകത്വം. അതല്ലേ വേണ്ടത് നമുക്ക്. അർജുനനെ പോലെയല്ലേ നമ്മൾ ആവേണ്ടത്. അർജുനനോട് ചോദിച്ചത് നാരായണ സേന വേണോ അതോ എന്നെ വേണോ എന്നാണ്. ഭഗവാൻ മാത്രം മതി, ആയുധം എടുക്കാത്ത ഭഗവാൻ മതി എന്ന് അർജുനൻ പറഞ്ഞത് അല്ലെ. എനിക്ക് ഭഗവാനെ മതി, ആയുധം എടുത്ത എത്ര വലിയ സേനയാണെങ്കിലും ഭഗവാന്റെ അക്ഷോഹിണിയാണെങ്കിലും അതെനിക്ക് വേണ്ട, നാരായണനെ മാത്രം എനിക്ക് മതി, നാരായണ സേനയല്ല എനിക്ക് വേണ്ടത് എന്നല്ലേ പറഞ്ഞത്. ഈ ഭഗവാനെ തന്നെ നമുക്ക് കിട്ടാനാണ് നമ്മൾ നമസ്കരിക്കുന്നത് എന്നാ പറയാ. ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ഭക്തരോട് അത്ര വലിയ വാത്സല്യമാണ് അത്രേ ഉള്ളത്. അപ്പോൾ മുടങ്ങാതെ നമസ്കരിച്ചോളൂ. വലായ്മ, പീരീഡ്സ് തുടങ്ങിയ അശുദ്ധിയുള്ള സമയത്ത് നമസ്കരിക്കണം എന്നില്ല കേട്ടോ. അടുത്തതായിട്ട് ലേഖ ഗിരീഷ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സവിത ഏപ്രിൽ മാസം ബാണയുദ്ധം കൃഷ്ണനാട്ടംകളി ഏതൊക്കെ ദിവസമാണെന്ന് പറയാമോ? അടുത്ത മാസം വരുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ന്. ഞാൻ നോക്കി വെച്ചിട്ടില്ല. അപ്പം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യാം ഏതൊക്കെ ദിവസങ്ങളിലാണ് കൃഷ്ണനാട്ടംകളി ഉള്ളത് എന്ന് കേട്ടോ. അടുത്തതായിട്ട് ദിയാസ് വേൾഡ് എന്ന ഐഡിയിൽ നിന്നാണ്, മോളെ ഡിസ്ക് വേദനയാണ്, കുറച്ചു നേരം ഇരിക്കാൻ പ്രയാസമാണ്, ഡോക്ടർ എക്സസൈസ് ചെയ്യാനാണ് പറഞ്ഞത്, ഞാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമെന്ന്. ഞാൻ ആദ്യം തന്നെ പറയുന്നു, രോഗങ്ങൾക്കുള്ള വഴിപാട് പറയൽ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ഇത് തുറക്കുമ്പോൾ തന്നെ കൈവേദന, കാലുവേദന അങ്ങനെ കേട്ട കൃഷ്ണാരി മിത്രത്തിനോട് തന്നെ നിങ്ങൾക്ക് ഒരു വെറുപ്പ് വരും കുറച്ചു കാലം കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും എടുക്കാറില്ല. ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചു നിൽക്കുന്നുണ്ട്, ഞാൻ കണ്ടില്ല വെക്കുകയാണ് കേട്ടോ. ഓക്കെ, കാരണം എന്താണോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് ചെയ്യുക, നിങ്ങളുടെ വേദന മാറ്റിത്തരാൻ പറഞ്ഞിട്ട്, അത്രേ ഉള്ളൂ. ഇന്നതിന് ഇന്ന വഴിപാടെന്ന് പറയല് ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം
എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇപ്പം ഞാൻ പറയുകയാണ് പനി വന്നാൽ ഇന്നത് ചെയ്തോളൂ, ജലദോഷം വന്നാൽ ഇന്നത് ചെയ്തു, നിങ്ങൾക്കൊരു പനി വരണ വരെ നിങ്ങളിത് ശ്രദ്ധിക്കില്ല. പിന്നെ വീണ്ടും നിങ്ങൾ ചോദിക്കും പനി വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന്, പിന്നെ വീണ്ടും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അതന്നെ റിപ്പീറ്റ് ആയി പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാനത് നിർത്തി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഡിസ്ക് വേദനയ്ക്ക് വെള്ളിനൂല് സമർപ്പിച്ചോളൂ ഗുരുവായൂരപ്പന് കേട്ടോ. അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം അളവിനുള്ള വെള്ളി നൂല് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചോളൂ. ജ്വല്ലറികളിൽ പറഞ്ഞാൽ കിട്ടുന്നതാണ്, വെള്ളി നൂല് സ്വർണ്ണ നൂല് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് സഞ്ജന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഈ വരുന്ന 29-ാം തീയതി എനിക്ക് വൈവയാണ്, അതുകൊണ്ട് എനിക്ക് പേടി നല്ലോണം ഉണ്ട്, പേടി കൂടി വരികയാണ്, പേടി മാറാൻ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു തരുമോ പ്ലീസ്. പേടി മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, പേടി മാറ്റാൻ ഗുരുവായൂരപ്പനെ മുറുക്കി പിടിക്കുക, അത് തന്നെയാണ് വേണ്ടത്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തൂടെ സഞ്ചരിക്കുകയെന്ന് വിചാരിക്കാം, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മുടെ പുറകെ ആരോ വരുന്നുണ്ടെന്ന് തോന്നും, രാത്രിയിലാണെങ്കിൽ പ്രത്യേകിച്ച് തോന്നും, ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ തോന്നും, ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ തോന്നും. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഭഗവാനെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങും. പക്ഷെ അവരപ്പ അതിനെ രക്ഷിക്കണം, എനിക്ക് പേടിയാവുന്നു, ഇങ്ങനെ പറയാനാ തോന്നാം. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക, നരയണ 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 നരയണ, നമ്മുടെ പേടി കൂടുന്നതിനനുസരിച്ച് വേഗവും കൂടും, നരയണ 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 നരയണ, നമ്മുടെ കാലിന്റെ വേഗവും കൂടും, നമ്മുടെ ജപത്തിന്റെ വേഗവും കൂടും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നാരായണ 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 എന്ന് ജപിക്കണേ, നമ്മുടെ പേടി മാറാൻ. അപ്പൊ പേടി മാറാൻ എന്താ ചെയ്യണ്ടേ, ഭഗവാനെ വിളിക്കുക, ഭഗവാനോട് പറയാ വൈവയാണ് എനിക്ക്, ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് പറയാൻ കിട്ടണം എന്നൊക്കെ ഇങ്ങോട്ട് പറയുക. എന്നിട്ട് 29-ാം തീയതി കൂടെ വരണം എന്ന് പറയുക. എന്നിട്ട് അങ്ങോട്ട് നാമം ജപിക്കുക. എന്നിട്ട് പറയാ, നീ കൃഷ്ണ എനിക്ക് എല്ലാം ഓർമ്മ വരണം, ഞാൻ പഠിച്ചു തന്നെ ചോദ്യങ്ങളായിട്ട് വരണം, അതൊക്കെ എനിക്ക് ഓർമ്മയും വരണം, ഇതിന് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് പോയിക്കോളൂ. ഉണ്ണികൃഷ്ണൻ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ദേവകി അമ്മ എന്ന ഭക്തയാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത്, കുട്ടി ചൊവ്വാഴ്ച മാത്രം കൃഷ്ണനാട്ടം കളി ഇല്ലാത്തത് എന്താണെന്നൊന്ന് പറയൂന്ന്. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവർക്കും ലീവ് എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ കൃഷ്ണനാട്ടം കലാകാരന്മാർക്കും വേണ്ട ആഴ്ചയിൽ ഒരു ദിവസം ലീവ്. അതുകൊണ്ടാണ് അത് ചൊവ്വാഴ്ചയാക്കാൻ കാരണം, പൊതുവെ വർക്കിംഗ് ഡേയ്സ് ആണ്, ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ദിവസമാണ്, പൂജ ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പം എല്ലാം കൊണ്ടും തിരക്ക് കുറഞ്ഞ ഒരു ദിവസമാണ്. അപ്പം തിരക്ക് കുറഞ്ഞ ദിവസം നോക്കിയിട്ട് ഇത് വേണ്ടാന്ന് വെച്ചാൽ ഭക്തജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവാതിരിക്കും. സൺഡേ ഒക്കെ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സൺഡേ മാത്രം ഒഴിവുള്ള ആളുകളുണ്ട്, അവർ വന്ന് കൃഷ്ണനാട്ടം കളി പങ്കെടുക്കണം എന്ന് വിചാരിച്ചാൽ അവർക്ക് ചൊവ്വാഴ്ച ലീവ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും ഇല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു ചൊവ്വാഴ്ച ആക്കിയത് ലീവ് കേട്ടോ. അത് ക്ഷേത്ര നടയിലുള്ള കടകളിലൊക്കെ പല കടകളിലും ചൊവ്വാഴ്ചയാണ് മുടക്കം വരുന്നത്. അതെന്താ വെച്ചാൽ പൊതുവെ തിരക്ക് കുറവാണ് എന്ന് കരുതി കൃഷ്ണ സാന്നിധ്യം, ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം ഗുരുവായൂരിൽ ചൊവ്വാഴ്ച ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കരുത്, അങ്ങനെയൊന്നുമില്ല. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് കേട്ടോ. ഇവിടെ നിന്ന് മധുരയിലേക്ക് പോകുന്നു, ഇവിടെ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകുന്നു, ഇവിടെ നിന്ന് അമ്പലപ്പുഴയ്ക്ക് പോകുന്നു, ഒന്നുമില്ല. ഇവിടെയുള്ള സാന്നിധ്യം തന്നെ അവിടെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവുക, നമ്മുടെ ഗുരുവായൂരപ്പൻ എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്, ഇല്ലയെന്ന് പറയേ ചെയ്യരുത് കേട്ടോ. അടുത്തതായിട്ട് സുഭാഷ് കുമാർ എന്ന ഐഡിയിൽ നിന്നാണ്, സവിത എനിക്ക് ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം തരണേ, നെയ്യ് നിവേദ്യം വഴിപാട് ഗർഭിണികൾക്ക് അവിടെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് അല്ലാതെ ഉള്ളവർക്ക് നടത്താമോ, കുട്ടികൾക്ക് മറുപടി തരണേ. ഞാൻ മുമ്പും ഇത് ചോദിച്ചിരുന്നു, ഉത്തരം കിട്ടിയില്ല, അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഉത്തരം. ഈ സുഭാഷ് എന്ന ഐഡിയിൽ നിന്ന് ചോദിച്ച ആളോട് തന്നെയാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. നെയ്ജപം നമുക്ക് എല്ലാവർക്കും ഷീട്ടാക്കാവുന്നതാണ്, കുട്ടികളുടെ സദ്ബുദ്ധിക്ക്. ഗർഭസ്ഥ ശിശുവിന്റെ ആയുസ്, ആരോഗ്യം, സദ്ബുദ്ധി തുടങ്ങിയവയ്ക്കാണ് സാധാരണ നെയ്ജപം സ്വീകരിക്കാറുള്ളത്. ഇനിയിപ്പോൾ അത് ആ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന കുട്ടിക്കാണെങ്കിലും കുഴപ്പമില്ലല്ലോ. ആ കുട്ടിക്ക് സദ്ബുദ്ധി ഉണ്ടാവാനും എന്താ പറയുക ആയുസ് ഉണ്ടാവാനും ആരോഗ്യം ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് നെയ്ജപം ഷീട്ടാക്കുന്നത്. 10 രൂപയാണ് നെയ്ജപം ഷീട്ടാക്കാൻ വേണ്ടത്. രാവിലത്തെ ശിവേലിക്ക് ശേഷമാണ് നെയ്ജപത്തിന്റെ പ്രസാദം കിട്ടുക. അത് മേൽശാന്തി ഇരിക്കുന്ന സ്ഥലത്ത്, അതായത് നാലമ്പലത്തിനകത്ത് ഗണപതിയുടെ പുറകുവശത്ത് മേൽശാന്തി പ്രസാദം തരാൻ ഇരിക്കുന്നില്ലേ, അവിടെ നിന്നാണ് നമുക്ക് നെയ്ജപം കിട്ടുക. മേൽശാന്തിയെ കാണാൻ നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് അപ്പോൾ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സാധാരണ ചന്ദന പ്രസാദം കൊടുക്കുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു പ്രസാദ കൗണ്ടർ ഉണ്ട്. രാവിലെ 7 മണിക്ക് ശേഷം അവിടെ പോയാലും നമുക്ക് ഈ നെയ്ജപം ഷീട്ടാക്കിയത് വാങ്ങാൻ പറ്റും. തലേ ദിവസം ഷീട്ടാക്കണം, കാരണം നെയ്യ് ജപിച്ച് വെക്കുന്നത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് കേട്ടോ. 10 നെയ്ജപം ഷീട്ടാക്കിയിട്ടുണ്ടെങ്കിൽ 10 ഇല നെയ്യ് അവിടെ ജപിച്ച് വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഷീട്ടാക്കി പോയി വാങ്ങിക്കാൻ പറ്റില്ല എന്നർത്ഥം. തലേ ദിവസം വൈകുന്നേരം ഷീട്ടാക്കണം കേട്ടോ.
അടുത്തതായിട്ട് ജയലക്ഷ്മി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിതക്കുട്ടി നാരായണീയം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന്. നാരായണീയം വായിക്കാനായിട്ട് ശുദ്ധം നോക്കണം എന്നുള്ളതാണ് പ്രധാനം. പിന്നെ അതിൽ 100 ദശകങ്ങളാണുള്ളത്. ഒരു ദശകത്തിൽ 10 ശ്ലോകം വെച്ച് 100 ദശകത്തിൽ ചില ദശകങ്ങളിൽ മാത്രം 12ഉം 15ഉം ശ്ലോകങ്ങൾ വരുന്ന ദശകങ്ങളുണ്ട്. ചെറുതായിട്ടൊരു വ്യത്യാസം ടോട്ടൽ ശ്ലോകത്തിൽ വരുന്നുണ്ടെന്ന് വെച്ചാലും നാരായണീയം വായിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ വേണം എന്നുള്ളത്. അതായത് ഒരു ദിവസം 1 ദശകം വെച്ച് ചൊല്ലാം, ഒരു ദിവസം 5 ദശകം വെച്ച് ചൊല്ലാം, ഒരു ദിവസം 10 ദശകം വെച്ചോ ചൊല്ലാം, അതല്ലെങ്കിൽ സപ്താഹമായിട്ട് ചൊല്ലാം, അതായത് 7 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നിർത്തേണ്ട സ്ഥലങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസം 12ാമത്തെ ദശകം വരെ, രണ്ടാമത്തെ ദിവസം 25ാമത്തെ ദശകം വരെ, മൂന്നാമത്തെ ദിവസം 38ാമത്തെ ദശകം വരെ, നാലാമത്തെ ദിവസം 56ാമത്തെ ദശകം വരെ, അഞ്ചാമത്തെ ദിവസം 79ാമത്തെ ദശകം വരെ, ആറാമത്തെ ദിവസം 92ാമത്തെ ദശകം വരെ, ഏഴാമത്തെ ദിവസം 100ാമത്തെ ദശകം വരെ. അങ്ങനെയാണ് സപ്താഹമായിട്ട് വായിക്കാറുള്ളത്. ഇനി 10 ദശകം 10 ദിവസം കൊണ്ട് അങ്ങനെ 100 ദശകമാക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നാരായണീയം 1 മുതൽ 100 വരെ ചൊല്ലുന്നതിനെയാണ് സമ്പൂർണ്ണ പാരായണം എന്ന് പറയാറുള്ളത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ആവാട്ടോ. അടുത്തതായിട്ട് സത്യഭാമ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സവിതാ ഭക്തർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ദിവസം കഴിച്ചു കൂട്ടുന്നു എങ്കിൽ നമുക്ക് പ്രാർത്ഥനയുടെ ബലം കുറയും എന്നുകൂടി പറയണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പറഞ്ഞത് വളരെ 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 സത്യമാണ് കേട്ടോ. നമ്മൾ ഒരാളെ പറ്റി ദുഷിച്ചു കഴിഞ്ഞാൽ അതിന് അനേകം കഥകളുണ്ട്. പാക്കനാരുടെ കഥയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കഥ. അതായത് പാക്കനാരും ഭാര്യയും കൂടിയിട്ട് പറയിപ്പേറ്റ പന്തിരികുലത്തിലെ പാക്കനാരുണ്ടല്ലോ, അദ്ദേഹവും ഭാര്യയും കൂടിയിട്ട് ഒരു പാടവരമ്പത്തൂടെ നടന്നു വരികയായിരുന്നു കേട്ടോ. അപ്പൊ അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിക്കാര് എതിരെ വരികയാണെങ്കിൽ, ഉയർന്ന ജാതിക്കാരുടെ എതിരെ വരികയാണെങ്കിൽ അവരെ മാറി നിന്നു കൊടുക്കണം എന്നാണ്. അപ്പൊ പാക്കനാരും ഭാര്യയും മാറി നിന്നു കൊടുത്തു. ആർക്ക് വേണ്ടി? ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ മകളും കൂടി എതിരെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ മാറി നിന്നു കൊടുക്കാൻ വേണ്ടി പാക്കനാർ മാറി, ഒപ്പം ഭാര്യയോട് പറഞ്ഞു മാറി നിൽക്കൂന്ന്. അപ്പോൾ ഭാര്യ ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പറയാം മാറി നിൽക്കാൻ പറയുന്നു. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണോ മാറി നിൽക്കുന്നത്? മകളെയും കൊണ്ട് നടക്കുക ഇദ്ദേഹം, മോശം മോശം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഇത്രേ പാക്കനാരുടെ ഭാര്യ. അപ്പൊ പാക്കനാർ പറഞ്ഞു 2 അട്ട നിനക്കുമായി എന്ന്. 2 അട്ട നിനക്കുമായി എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഭാര്യ. 2 അട്ടയെ തിന്നാനുള്ള യോഗം നിനക്കും ആയി എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്, ഞാൻ എന്തിനാ അട്ടയെ തിന്നുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ ബ്രാഹ്മണൻ ഉണ്ടല്ലോ, ഇദ്ദേഹം ചിത്രഗുപ്തനെ എല്ലാ ദിവസവും വണങ്ങിയിട്ടാണ് കിടന്നുറങ്ങുക. അദ്ദേഹം രാത്രിയായി കിടന്നുറങ്ങുമ്പോൾ ചിത്രഗുപ്തായ നമ എന്ന് പറയും. അതായത് യമരാജന്റെ ആ ഒരു മന്ത്രിപദം അലങ്കരിക്കുന്ന ചിത്രഗുപ്തനെ നമസ്കരിച്ചിട്ടാണ് ഇദ്ദേഹം എന്നും കിടന്നുറങ്ങുക. അങ്ങനെ കിടന്നുറങ്ങിയ ഒരു ദിവസം ചിത്രഗുപ്തൻ ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, അങ്ങേക്ക് തിന്നാൻ ഒരു കുന്നട്ട അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് മരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ. അപ്പോൾ അത് അങ്ങ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കർമ്മം ചെയ്തതിന്റെ ഫലമായിട്ടാണെന്ന്. അപ്പൊ നമ്പൂതിരി പറഞ്ഞു, ഞാൻ എന്താ ചെയ്തത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം അനേകം പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ ഒരു ദിവസം കുക്ക് ചെയ്ത ഫുഡിൽ ഒരു അട്ട വീണു. അപ്പോൾ ആ ഫുഡ് കളഞ്ഞിട്ട് വേറെ ഫുഡ് ഉണ്ടാക്കുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞ അട്ടയെടുത്ത് കളഞ്ഞിട്ട് അവർക്ക് കൊണ്ട് വിളമ്പി കൊടുത്തോളൂ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ അട്ട വീണ ഭക്ഷണം എല്ലാവർക്കും വിളമ്പി എന്നുള്ള കാരണം കൊണ്ട് എത്ര പേര് കഴിച്ചോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവിടെ അട്ടയെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് അങ്ങ് ഇവിടെ വരുന്ന സമയത്ത് കഴിപ്പിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത്രയും അട്ടയെ അങ്ങ് കഴിക്കേണ്ടി വരും എന്ന് ചിത്രഗുപ്തൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്പൂതിരിക്ക് വല്ലാത്ത വിഷമമായി. അദ്ദേഹം ചിത്രഗുപ്തനോട് തിരിച്ചു ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ലേ? എന്ത് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ, ഇതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങയുടെ പ്രായപൂർത്തിയായ മകളെയും കൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യൂ, തീർത്ഥാടനം ചെയ്യാൻ നടക്കൂ, എന്നാലും ഭാര്യയെ കൊണ്ടുവരുത് എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും കൂടി തീർത്ഥാടനത്തിന് പോകാമെന്ന്. അപ്പം ഭാര്യ ചോദിച്ചു, ഞാൻ വരണ്ടേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണം, അതുകൊണ്ട് എല്ലാവരും കൂടി പോയാൽ പറ്റില്ല, നിങ്ങൾ ഇവിടെ നിന്നോളും, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ മകളോ ചോദിച്ചപ്പോൾ പറഞ്ഞു, മകളെ എന്തായാലും ഞാൻ കൊണ്ടുപോകാം, കാരണം മകൾക്കും എല്ലായിടത്തും വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ കൂടെ എല്ലായിടത്തും ഒന്ന് കണ്ടു തൊഴുതോട്ടെ എന്ന് പറഞ്ഞിട്ട് മകളെയും കൂട്ടി തീർത്ഥാടനത്തിന് പോവാണ്.
അന്നത്തെ കാലത്ത് അച്ഛനും മകളും കൂടി കാണൽ തന്നെ കുറവാണ് കേട്ടോ. ആ സമയത്താണ് മകളെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം തീർത്ഥാടനത്തിന് പോണത്. അപ്പൊ ഇത് കാണുന്ന ആൾക്കാർ പറയും, ഓ, പ്രായപൂർത്തിയായ മകളെയും കൂട്ടി അച്ഛൻ തന്നെ യാത്ര ചെയ്യാണ് എന്ന് ദുഷിച്ച വർത്താനം പറയാണ് അവരെ കാണുന്ന ആൾക്കാർ. അവരെ കണ്ട് ആരൊക്കെയാണോ ദുഷിച്ച വർത്താനം പറഞ്ഞത് അവർക്കൊക്കെ ഈ അട്ട ഇങ്ങനെ പകുത്ത് പകുത്ത് പോകും. ഈ നമ്പൂതിരി ചെയ്ത പാപമാണ്. ആ പാപം ഇങ്ങനെ പകുത്ത് വാങ്ങിക്കുകയാണ് ഓരോരുത്തരും അട്ടയെ തിന്നാനുള്ള പാപം. അങ്ങനെ 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 അവസാനം 2 അട്ട മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പാക്കൻ ആരുടെ ഭാര്യ പറഞ്ഞത്, ഈ മകളെയും കൂട്ടി നടക്കുന്ന നമ്പൂതിരി ശരിയല്ല എന്ന്. ഇത് കണ്ടപ്പോഴാണ് പാക്കനാര് പറഞ്ഞത്, 2 അട്ട നിനക്കുമായി. അതോടുകൂടി അദ്ദേഹത്തിന്റെ പാപം തീർന്നു. അദ്ദേഹം എത്രയോ ദിവസങ്ങളോളം എടുത്ത് ഈ തീർത്ഥാടനം മുഴുവൻ കഴിഞ്ഞ് ശുദ്ധ മനസ്സോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ മകളെയും കൊണ്ട് തീർത്ഥാടനത്തിന് പോയത്. അദ്ദേഹത്തിനെ കുറിച്ചാണ് ഇങ്ങനെ മോശം പറഞ്ഞത്. അപ്പോ അദ്ദേഹം പക്ഷെ ഇവിടെ ശുദ്ധ മനസ്സുള്ളൂ. അദ്ദേഹം അന്ന് അട്ടയെ തിന്നേണ്ട ഒരു പാപം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് പാപമാണോ അദ്ദേഹം ചെയ്തത്, ആ പാപം നമ്മൾ പകുത്തെടുത്തു. അതിനി എത്ര നാമം ജപിക്കുന്ന ആൾക്കാരാണെങ്കിലും മറ്റൊരാളെ ദുഷിച്ചു പറഞ്ഞാൽ അവരുടെ പാപത്തിന്റെ ഓഹരി നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ എന്താ ഉണ്ടാവാന്നറിയോ, ആ ഓഹരി സ്വീകരിക്കുന്ന നമ്മൾ നാമം ചൊല്ലുമ്പോൾ നമുക്ക് പാപം പോവില്ലേ എന്നൊരു ചോദ്യം വരാം. പോകും. അതെങ്ങനെയാ ഉണ്ടാവുക? നമ്മൾ 10 നാമം ചൊല്ലുന്നു, ഒരാളുടെ 20 പാപം എടുത്തു. ഈ 10 നാമം കൊണ്ട് നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ആ നാമത്തിന്റെ ഫലം നമ്മളിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സ് ശുദ്ധാക്കുക, വേറൊരാളെ കുറിച്ച് ദുഷിച്ചു പറയാതിരിക്കാം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. നിങ്ങളെ ഇങ്ങനെ ഉപദേശിക്കണം, ഞാനും നല്ലോണം കുറ്റം പറയാറൊക്കെ ഉണ്ട്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാറെന്നറിയോ, ഒരാളെ ദുഷിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറയുക എന്താണെന്നറിയോ, ഇയാളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഗുരുവായൂരപ്പന് നല്ല പ്രിയപ്പെട്ട ആളെയാവും നമ്മളിരുന്ന് ഇങ്ങനെ ദുഷിക്കണേ. അത് ഭഗവാൻ ഇഷ്ടാവോ? അങ്ങനെ ഉണ്ടാവില്ല എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമുക്ക് ആ ഒരു ദുഷിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് നീങ്ങിപ്പോകും. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് തന്നെ ശരിയാവുള്ളൂ കേട്ടോ. കുറേശ്ശെ ഇന്നു മുതൽ നമുക്ക് ഓരോരുത്തർക്കും പ്രാക്ടീസ് ചെയ്യാം. ഇത് ചെയ്യണ്ട, നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ദുഷിക്കണ്ട എന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഇന്നലെ ഞാൻ ഭാഗവതത്തിലെ 12-ാം അധ്യായം ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. അത് ദശമസ്കന്ധത്തിലേന്ന് പറഞ്ഞു പോയി. അത് തെറ്റാണ്. അത് വിജയലക്ഷ്മി എന്ന കുറെ ഭക്തർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വിജയലക്ഷ്മിയാണ് ഇപ്പോൾ വായിക്കുന്ന പേര് എന്നേ ഉള്ളൂ. 12-ാം അധ്യായം വായിച്ചോളാൻ പറഞ്ഞത് 12-ാമത്തെ സ്കന്ധത്തിലെ കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. എൻ്റെ മനസ്സിൽ അത് 12-ാം സ്കന്ധം എന്നായിരുന്നു, പക്ഷെ ദശമസ്കന്ധം എന്ന് ഞാൻ പറഞ്ഞു പോയി. 12 സ്കന്ധത്തിലെ 12-ാം അധ്യായമാണ് വായിക്കേണ്ടത്. അത് വായിച്ചാൽ ആ ഒരു ഭാഗവതം മുഴുവനായിട്ടും പാരായണം ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടും എന്നാണ് പറയാറുള്ളത് കേട്ടോ. അടുത്തതായിട്ട് വിക്ടറി വൈബ്സ് എന്ന ഐഡിയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. വിക്ടറി വൈബ്സ് പേരറിയില്ല. ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്, സതിശേഷി, ഞാൻ ഇന്ന് ഭഗവാനെ കാണാൻ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഭഗവാനെ കാണാൻ ഒരു അവസരം ലഭിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ അമ്പലത്തിൽ എത്തുന്നതിന് മുൻപ് ഭഗവാനെ കാണാൻ സാധിച്ചില്ല. പെട്ടെന്ന് പീരീഡ്സ് ആയി. ഒരുപാട് സങ്കടം തോന്നി, ഒരുപാട് നേരം കരഞ്ഞു. എന്തുകൊണ്ടാണ് ഭഗവാൻ എന്നോട് ഇങ്ങനെ ചെയ്തത്? എത്ര ദൂരത്ത് നിന്നാണ് ഞാൻ കാണാൻ ഓടിയെത്തിയത് എന്നൊക്കെ ആലോചിച്ച് വിഷമം തോന്നി. ഒരിക്കലും വിഷമിക്കേണ്ട. നമ്മൾ സ്ത്രീ സഹജമായിട്ടുള്ള കാര്യമാണ് പീരീഡ്സ് എന്ന് പറഞ്ഞാൽ. ഡേറ്റ് ആവുന്നതിന് മുമ്പ് അവലൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മളുടെ ഉണ്ണികൃഷ്ണനെ നമ്മളോടുള്ള ഇഷ്ടക്കുറവാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. ഇതിന് ഞാൻ എൻ്റെ അനുഭവം തന്നെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഇപ്പോഴും ഞാൻ ഡിവോഴ്സിലുള്ളപ്പോഴന്നെ ഞാൻ പറയാറുള്ള കാര്യമാണത്. പീരീഡ്സ് ആയി ഒരിക്കലും എനിക്ക് ഈ എന്താ പറയുക, ഭഗവാന്റെ അഷ്ടമിരോഹിണിയുടെ സമയം. അപ്പോൾ ഗുരുവായൂരപ്പനെ ഞാൻ അഷ്ടമിരോഹിണിയുടെ അന്ന് എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ സമ്മാനപ്പൊതിയൊക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. എനിക്ക് പീരീഡ്സിൻ്റെ ഡേറ്റ് ഒന്നും ആയിട്ടില്ല അതിന് മുമ്പ്. പക്ഷെ ഞാൻ അന്ന് പീരീഡ്സ് ആയി. എനിക്ക് നല്ല വിഷമമായി. ഞാൻ വിചാരിച്ചു ഗുരുവായൂരപ്പൻ എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പീരീഡ്സ് ആയി എന്ന് പറഞ്ഞാൽ അന്നിരുന്ന് ഞാൻ കരയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരുടെ പിറന്നാളിൻ്റെ അന്ന് നമ്മൾ ഒരിക്കലും കരയരുത് എന്ന് പറയാറുണ്ട്. അത് അവരുടെ ആയുസ്സിന് തന്നെ ദോഷം ചെയ്യുമെന്നും പറയാറുണ്ട്. അപ്പം ഞാനിരുന്ന് കരയുമ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, കുട്ടി എന്തിനാ അങ്ങനെ കരയണത്? ഭഗവാന്റെ പിറന്നാളായിട്ട് കരയാൻ പാടുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാന്റെ പിറന്നാളിന് ഞാൻ കരഞ്ഞ എന്താ? പ്രിയപ്പെട്ടവരുടെ പിറന്നാളാണ്. എനിക്ക് ഭഗവാൻ പ്രിയപ്പെട്ടതായിട്ട് കാര്യമില്ല. എന്നെ ഭഗവാൻ ഒരു ഇഷ്ടവും ഇല്ല. ഞാൻ കരഞ്ഞാലും എൻ്റെ ഗുരുവായൂരപ്പന് ഒന്നും പറ്റില്ല, എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത്. വളരെ ചെറിയ പ്രായമാണ്, ടീനേജ് ആയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
പക്ഷെ അന്നത്തെ ശിവേലിയുടെ സമയത്ത് ഭഗവാന്റെ തിടമ്പ് താഴെ വീണു. ഭഗവാന്റെ തിടമ്പിന് ചെറിയ ക്ഷതം സംഭവിച്ചു എന്നറിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു വാർത്ത എൻ്റെ അമ്മ പറയുമ്പോൾ കുറച്ചു നേരം കൂടി ഇരുന്ന് കരഞ്ഞോളൂ, ഭഗവാന്റെ ആനപ്പുറത്ത് നിന്ന് വീണു എന്നാ കേൾക്കണേ എന്ന് പറഞ്ഞു കേട്ടോ. നമ്മള് ഭക്തരെ ഒരിക്കലും ആനപ്പുറത്ത് ഭഗവാന്റെ തിടമ്പ് എന്നൊന്നും അല്ല പറയാ, ഭഗവാൻ എഴുന്നള്ളുന്നു എന്ന് തന്നെയാ പറയാ. അപ്പൊ ഭഗവാൻ എഴുന്നള്ളുന്ന ഭഗവാൻ താഴെ വീണു എന്ന് പറയുമ്പോൾ അന്ന് എനിക്കുണ്ടായ സന്തോഷമാണോ സങ്കടമാണോ? ഭഗവാന്റെ തിടമ്പ് വീണു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും സന്തോഷമാവില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടാണ് അതങ്ങനെ സംഭവിച്ചതെന്നാണ് എൻ്റെ അമ്മ വന്ന് പറഞ്ഞത്. അപ്പം അന്ന് എനിക്കുണ്ടായ സന്തോഷം സങ്കടവും എല്ലാം ഒരുപോലെയായിരുന്നു. ഞാൻ ഭഗവാനോട് തെറ്റും മാപ്പും പറഞ്ഞ് ഒരിക്കലും ഭഗവാന്റെ പിറന്നാളിന് എന്ത് വിഷമം വന്നാലും കരയില്ല കേട്ടോ ഗുരുവായൂരപ്പ എന്ന് വാക്കൊക്കെ കൊടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ നമ്മളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ മാറ്റി നിർത്തണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല, ഇതിനേക്കാളും ഒക്കെ മനോഹരമായിട്ട് ഭഗവാനെ വന്ന് തൊഴാനുള്ള ഒരു അവസരം ശ്രീ ഗുരുവായൂരപ്പൻ കുട്ടിക്ക് തരുന്ന ചെയ്യും. കാത്തിരിക്കൂ കേട്ടോ. അപ്പൊ ഇന്ന് അത്രയും വിശേഷങ്ങളുള്ള കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവ ദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.